അപ്പം മച്ചന്മാരെ നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൻ്റെ അവസ്ഥ ദണ്ട ഇതാണ്. അപ്പോൾ നമ്മൾ ടാങ്ക് ഇപ്പം വർക്കും കയറിലൊക്കെ കഴിഞ്ഞ് മീൻ ഇട്ടിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ആൾക്കും കയറൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾഗി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മുതുക്ക് സക്കറിനെ വിളിച്ച് ഞാൻ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ സക്കറിനെ ടാങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ അവനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കും കയറൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സക്കറിനെ ഇങ്ങോട്ട് കൊണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ സക്കറിനൊക്കെ മേടിച്ചിട്ടുണ്ട് കാര്യമില്ല കേട്ടോ. കാരണം അതിനകത്ത് കിടക്കുന്നത് ഇവന്മാരൊക്കെയാണ്, ഭീകരന്മാരാണ്. അപ്പോൾ ഇവർ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സക്കറിനൊക്കെ മടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ സക്കറിന് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ മുഷി കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിനകത്ത് 7 മാസം പ്രായമുള്ളതുണ്ട്, അതുപോലെ 5 മാസം പ്രായമുള്ളതുണ്ട്. നമ്മൾ അലിഗേറ്റർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു 5 മാസം ആയിട്ടുണ്ട് നമ്മൾ അലിഗേറ്ററിനെ മേടിച്ചിട്ട്. അപ്പോൾ അലിഗേറ്റർ അത്യാവശ്യം നല്ല സൈസും കാറിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഫീഡിങ് കാറിലൊക്കെ എടുക്കുന്നുണ്ട് അവന്മാർ. അലിഗേറ്റർ നമ്മൾ ആദ്യം ചെറിയ മീൻ കഷ്ണങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വാങ്ങിച്ചപ്പം ആദ്യമൊക്കെ വീഡിയോ കണ്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയായിരിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല സൈസും കാലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അലിഗേറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു റിങ്ങിൽ ഈ മുഷിയൊക്കെ സ്ഥലമില്ലാതെ കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ നമ്മുടെ മുഷികളെയും പറക്കി ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമ്മുടെ സ്പോട്ട് ക്യാറ്റ് ഫിഷും കാര്യം കിടപ്പുണ്ട്. അപ്പോൾ സ്പോട്ടിടും അതുപോലെ ആൽബിനുമാണ് റിങ്ങി കിടക്കുകയാണ്. അപ്പം അവന്മാർ അവിടെ ഇട്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ സ്ഥലം തികയത്തില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു റിങ്. അപ്പം ഇതിനകത്താണ് നമ്മുടെ ആൽബിനോ അതുപോലെ സ്പോട്ട് ക്യാറ്റ് ഫിഷ് ഇവർ രണ്ടുപേരെയും ഞാൻ ഈ ഒരു ടാങ്കിലേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചെറിയൊരു ടാങ്കുണ്ട്, അതിനകത്ത് നമ്മുടെ ഓസ്കർ കിടപ്പുണ്ട്. അപ്പോൾ ഓസ്കർ നമ്മുടെ കുറച്ച് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ വീട്ടിലെ സമയത്ത് വീട്ടിൽ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫിൽറ്റർ ഓഫായി കിടന്നായിരുന്നു. അതേപോലെ കൊടുത്ത ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളും കളഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഫീഡിങ് കാലൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കി നിന്ന സമയത്ത് ഇവർ ഫീഡ് നമ്മൾ നിന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫുഡ് കൊടുത്തത്. പിന്നെ നമ്മുടെ ഗപ്പിയുടെ കുറച്ച് കളക്ഷൻസാണ്. അപ്പോൾ ഞാൻ വേറെ റിങ്ങും കൂടെ, അപ്പോൾ നമുക്ക് ടൈം ഒന്ന് വരുമ്പോഴത്തേക്കിനും കുറച്ച് റിങ്ങും കൂടെ നമുക്ക് ഇറക്കണം. കുറച്ചല്ല 2 റിങ്ങും കൂടെ ഇറക്കണം. അത് നമ്മുടെ ഗപ്പിയെ പറക്കിടാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാൻ ഒരു ടാങ്കിനകത്ത് എനിക്ക് കുറച്ച് താമരപ്പൂ കിട്ടിയത്, താമരപ്പൂ അല്ല താമര ചെടി കിട്ടിയായിരുന്നു. അപ്പോൾ താമര ഇട്ടുകൊണ്ട് അതിനകത്ത് കുറച്ച് ഗപ്പി നമ്മുടെ പ്ലാറ്റിനത്തിനെ പറക്കിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഉള്ള ഗപ്പി എന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ അത്യാവശ്യം ബ്രീഡ് നമ്മുടെ കിടപ്പുണ്ട്. അതേപോലെ ടെമ്പോയിൽ കിടപ്പുണ്ട്, ഇലക്ട്രിക് ബ്ലൂ കിടപ്പുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഡെഡായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുഷിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ അധികം ഈ വീഡിയോ കാണിക്കത്തില്ലായിരുന്നു, കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്ത് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. കുറച്ച് ഇരുട്ടും കാലമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ഷോർട്ട് വീഡിയോസൊക്കെ ഒന്നും കാണിക്കുകയൊന്നും ചെയ്യാത്തത്. ഇതിനകത്ത് അത്യാവശ്യം ഒരു 31 മീൻ കിടപ്പുണ്ട്. അതിനകത്ത് 2 ആൽബിനോ, ബാക്കി ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷാണ്. പിന്നെ ഗൂഞ്ച് ക്യാറ്റ് ഫിഷാണ് കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവന്മാർ നല്ല രീതിയിൽ ഫീഡിങ് കാലൊക്കെ എടുക്കുന്നതാണ്, അറിയാമല്ലോ. അപ്പം മുഷികൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അവന്മാർ ഗ്രൂപ്പായിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡിങ് കാലൊക്കെ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറയും, നമ്മുടെ ഗപ്പി കിടന്ന ഒരു ഫൈബറിൻ്റെ പാത്രമാണ്. ഫൈബറാണോ എന്തോ, അപ്പോൾ ഒരു പാത്രമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ കുറച്ച് മണ്ണൊക്കെ അടിയിലിട്ട് താമര ഒക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 27 മണിക്കൂറായിട്ടില്ല. ഒന്ന് ക്ലീനായിട്ട് വരണം. അപ്പം കുറച്ച് അവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ, ഒരു 48 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മാത്രമേ ശുദ്ധമായിട്ടും വെള്ളം പോലെ നമുക്ക് ക്ലീനായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് പ്ലാറ്റിനം റെഡിനെ പറക്കി ഇങ്ങോട്ടേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മീനെ നോക്കി വെച്ചിരിക്കണം വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ഇവന്മാരെ പറക്കി ഇട്ടാലോ എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു 1-2 ഇട്ട് നോക്കാം. നമുക്ക് അത്യാവശ്യം സൈസുള്ളതിനെ ഇട്ട് നോക്കാം. ചെറുതിനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അവിടെ കടന്നു പോകുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു ചെറിയ പാത്രമാണ്. അപ്പം ഇവന്മാർ വരുന്ന പാത്രത്തിലാണ് ഞാൻ താമരപ്പൂ ഇപ്പം സെറ്റാക്കി വെച്ചിരിക്കുന്നത്, താമരച്ചെടി സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റിനത്തേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ എടുത്ത് തിരിച്ച് അങ്ങോട്ടേക്ക് ഇടണം, ആ ഒരു പാത്രത്തിലേക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇടണം. അല്ലെങ്കിൽ അവന്മാർക്ക് സ്ട്രെസ്സൊക്കെ അടിച്ച് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങളും ഉണ്ട്. ഇത് നമ്മുടെ ഗോസ്റ്റ് ഫിഷാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നിന്ന് മാത്രമാണ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കയറി ഒളിച്ചിരിക്കുക, അതുകൊണ്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ തന്നെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവനും നമ്മുടെ കൊഞ്ച് അതുപോലെ മുട്ടയുടെ മഞ്ഞയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കഴിക്കാറൊക്കെ ഉണ്ട്. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല ആൾ. പിന്നെ കൂടെ എന്തെങ്കിലും മീൻ ഇട്ട് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. പിന്നെ ഇവന്മാർ നമുക്കെപ്പോഴും പണിയിരുന്നവന്മാരാണ്. വെള്ളം പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു ടൈപ്പ് സാധനമാണല്ലോ. പിന്നെ അതിന് ഫിൽറ്ററും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് പായലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഇവന്മാർ വലിച്ച് പറിച്ച് കളഞ്ഞ് നാശമാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ വെള്ളം മാറ്റി വെച്ചിരുന്നു കേട്ടോ. കാരണം ഇവന്മാർക്ക് വെള്ളം എപ്പോഴും മാറ്റുന്നുണ്ടെങ്കിൽ കൂത്തടിയും കാര്യമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം എപ്പോഴും മാറ്റി കൊടുക്കുന്നത് ഇവന്മാർക്ക് എപ്പോഴും ബെറ്റർ ആയിരിക്കും. എനിക്ക് ഇവന്മാർ കുറച്ച് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇടാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ആക്കിയതിന് ശേഷം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവന്മാർ അത്യാവശ്യം ആക്റ്റീവാണ്, കമ്പനി ആവുന്നവരാണ് കേട്ടോ. ആദ്യം കുറച്ച് പാടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും വന്ന് കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇടണമെന്നുണ്ട്. കാരണം ഇവന്മാരുടെ ടാങ്കിൽ അത്യാവശ്യം പ്ലാന്റും കാര്യങ്ങളൊക്കെ വേണം എന്നാണ്. ഇവന്മാരുടെ കൂടെ ഞാൻ ഗപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ